എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക 1000 ചിങ്ങമൊന്ന് ആശംസകൾ. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. കേൾക്കുമ്പം തന്നെ നമുക്കൊരു പുതുമയൊക്കെ തോന്നും അല്ലേ? ഇപ്പോൾ അധികം ആരും അങ്ങനെ പറയത്തില്ല, അങ്ങനത്തെ ഒരു ടോപ്പിക്ക് ആരും എടുത്തിട്ടില്ല. ചില മനസ്സിൽ സ്നേഹമുള്ളവർ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പല രീതിയിലും വരാം. ഒന്ന് നമ്മുടെ സിസ്റ്റർ ആയിരിക്കാം, നമ്മുടെ കൂടപ്പിറപ്പായിരിക്കാം, പുറത്തുനിന്നുള്ള സിസ്റ്റേഴ്സ് ആയിരിക്കാം, എങ്ങനെയായിരിക്കാം. ഏത് രീതിയിലും ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് വന്നാലും നമ്മൾ അവരെ നല്ല രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കാനുള്ള കെയറും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്തു തുറന്ന് നമ്മൾ കൂടെ നിർത്തണം. ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ലൈഫിൽ നിന്ന് പോകും. എൻ്റെ ലൈഫിലൊക്കെ ചില ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ കട്ടയ്ക്ക് ഉറച്ച് നിൽക്കുന്ന പെങ്ങന്മാരുണ്ട്. അവർ ഒരിക്കലും നമ്മൾ ലൈഫിൽ നിന്ന് കളഞ്ഞാൽ നമുക്കായിരിക്കും നഷ്ടം. എത്ര പേർക്കുണ്ടെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. എനിക്ക് ഒരു പെങ്ങളുണ്ട്, എനിക്കൊന്നല്ല, എനിക്ക് സ്വന്തമായിട്ട് ഒരു സിസ്റ്ററുണ്ട്. അല്ലാതെ പുറത്തുനിന്ന് എനിക്ക് ഗോഡ് ഗിഫ്റ്റായിട്ട് തന്നൊരു പെങ്ങളുണ്ട്. അപ്പം പെങ്ങന്മാരുടെ വാല്യൂ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ മനസ്സുകൊണ്ട് സ്നേഹിക്കും. വേറൊന്നുമല്ല, എന്താ പറയുക, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കല്യാണം, നമ്മളൊരു പെങ്ങളെ കല്യാണം, ഈ കല്യാണമൊക്കെ കഴിച്ച് വിടുമ്പം നമുക്ക് അവർക്കും തമ്മിലുള്ള ഒരുപാട് മാറ്റങ്ങൾ മനസ്സിൽ വരുന്ന അത് ഒരുപാട് കണ്ടിട്ടുണ്ട്, ഞാനും അത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്വന്തം ആ പെങ്ങന്മാരെ നമ്മൾ ആ ഒരാളുടെ കൈ പിടിച്ച് വിടുന്നവരെ നമ്മൾ അവരെ സ്നേഹിക്കണം. അവർ ചിലപ്പോൾ ചോദിക്കും, എനിക്ക് മുട്ടായി വേണം, അല്ലെങ്കിൽ ഐസ്ക്രീം വേണം, അല്ലെങ്കിൽ ഫോണൊന്ന് റീചാർജ് ചെയ്തോ. നമ്മൾ അതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? നമ്മൾ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. പക്ഷെ നമ്മളും അവർക്കും അത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവിയുണ്ട്, ഉസ്താദ്. നമ്മളെ ലാലേട്ടൻ സൂപ്പർ ഹിറ്റായിട്ട് അഭിനയിച്ച് തകർത്താടിയ ഒരു ആങ്ങള പെങ്ങളും റോൾസ്, അവർ രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തു. എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്തൊരു പാട്ടുണ്ട്, അതെനിക്ക് ഓർമ്മ വരുന്നത്. വെണ്ണില കുന്നിലേരാപ്പാടി എന്നുമീട്ടെൻ്റെ ചിങ്കാരി. ആ പാട്ട് എനിക്ക് ഇത്രയും അറിയത്തുള്ളെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അപ്പം ആ പടത്തിനകത്ത് എനിക്ക് എപ്പോഴും ചില സമയങ്ങളിൽ ഞാൻ പടം ഇട്ട് യൂട്യൂബിലൊക്കെ ഇട്ട് കാണുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, അങ്ങനെ വേണം ഏട്ടന്മാരും അനിയത്തിമാരും. അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാനുൾപ്പെടെ എല്ലാ ആൾക്കാരും, എൻ്റെ ഈ ഫാമിലിയിൽ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു റിലേഷൻഷിപ്പിന് പോലും തരാൻ പറ്റാത്ത വേറെ ലെവൽ കോംബോ ആണ് ബ്രദർ സിസ്റ്റർ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ 3 സിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് എൻ്റെ സിസ്റ്റർ, പിന്നെ ഞാൻ ഈ സോഷ്യൽ മീഡിയയൊക്കെ ആക്റ്റീവാണ്, ഈ ചാറ്റ് ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടി എനിക്കൊരു പെങ്ങൾ കിട്ടി, മിന്നൂസ്. പിന്നെ എൻ്റെ ചേച്ചി ഫർസാന. അങ്ങനെ അനവധി ആൾക്കാർ എനിക്കുണ്ട്. പക്ഷേ നമ്മളെന്തോ ചെയ്യണം? നമ്മൾ അവരെ സ്നേഹിച്ച് കൊല്ലണം. കാരണം അവർ നമ്മളിലേക്ക് അത്രയും സ്നേഹമല്ലേ തരുന്നത്. അതുകൊണ്ട് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരു ഗോഡിൻ്റെ ഒരു ഗിഫ്റ്റാണ്, വലിയൊരു ഗിഫ്റ്റാണ്. അതാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഒരു നേരത്തെ കാണാതിരുന്നാലും ഒരു നേരത്തെ വിളിക്കാതിരുന്നാലും നമുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാകും. നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നതാണ് നമുക്ക് യഥാർത്ഥ റിയൽ ലവ്, അല്ലെങ്കിൽ റിയൽ സെൽഫ് ലവ്. അപ്പം എല്ലാവരും നിങ്ങളെ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ കെയർ ചെയ്യുക, അവർ നോക്കുക. ആരും ചോദിക്കുന്ന എന്തായാലും നിങ്ങൾ വീഴ്ച കൊടുക്കുക. അതിലൊരു മടിയും നിങ്ങൾ കാണിക്കരുത്. കാരണം നമ്മൾ ജീവിതത്തിൽ വില മതിക്കുന്ന ഒരു നിധിയാണ്
സിസ്റ്റർ. സിസ്റ്റേഴ്സിനെ പറ്റി പറയുമ്പോൾ പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറേ ആൾക്കാർ, അനവധി ആൾക്കാർ ഇങ്ങനെ വന്നില്ല ബസ്സിൽ യാത്ര ചെയ്തില്ല. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തിട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കുക. അപ്പോൾ നമുക്ക് തോന്നും അവരെ നമ്മൾക്കൊരു സിസ്റ്ററാക്കാൻ. അങ്ങനെ കുറേ ആൾക്കാർ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ഒരാൾ എൻ്റെ ലൈഫിൽ ഇന്നുമുണ്ട്, എൻ്റെ പെങ്ങളുകുട്ടി മിന്നൂസ്. കാരണം ആളെ ഞാനും കണ്ടിട്ടില്ല, ആളെന്നെയും കണ്ടിട്ടില്ല, ജസ്റ്റ് ഒരു ഫോൺ കോളിൽ മാത്രം. പക്ഷേ ആ സൗഹൃദത്തിന് ഒരു സ്നേഹമുണ്ട്, ഒരു ആത്മാർത്ഥതയുണ്ട്. അവിടാണ് നമ്മൾ തോറ്റു പോകുന്നത്. അല്ലാതെ ഒരാളെ കണ്ട് അയാളെ വിളിച്ച് പിന്നെ ആ സൗഹൃദം ഇല്ലാതാവുന്ന, അല്ലെങ്കിൽ ആ സഹോദര ബന്ധം ഇല്ലാതാവുന്ന ആൾക്കല്ല. പക്ഷേ നമ്മൾ അതിനകത്ത് കുറേ മനസ്സിലാക്കണം. ഒരാൾ നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ച അയാളെ നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കും. അത് ലവ് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആങ്ങളെയും പെങ്ങളും ഉണ്ടെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞ് സ്നേഹിക്കും. കാരണം അവർ നമ്മൾ വിട്ടുപോയാൽ നമുക്ക് ഭയങ്കര വിഷമമാവും, നമ്മൾ അവിടെ വിട്ടുപോയാൽ നമുക്ക് വിഷമമാവും. അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട്. എന്നെ വിട്ടുപോയ എൻ്റെ ഒരു പെൺകുട്ടിയുണ്ട്, അവളിപ്പോൾ ഭൂമിയിലില്ല. അപ്പം എനിവേ എൻ്റെ പറ്റിയെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ചർച്ച ചെയ്യാനുള്ള ഈ താല്പര്യക്കുറവ് കൊണ്ടും ഞാൻ അക്കാര്യം ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ പെങ്ങന്മാരുള്ള ആങ്ങളമാരുള്ള പെങ്ങന്മാർ, നിങ്ങൾ ബിഗ് ലക്കിയാടോ. നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. എനിക്കൊരു പെങ്ങളുണ്ട്, പുള്ളി ദുബായിലാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സംസാരിക്കും. പക്ഷേ ഒരു സാധനം മേടിച്ച് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവർ നമുക്കൊരു സാധനം മേടിച്ച് തരുന്നതിനോ ഒന്നുമല്ല കാര്യം. ആ ഉള്ളിൽ തട്ടിക്കൊണ്ട് കൊടുക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലേ, അവിടെയാണല്ലോ യഥാർത്ഥ സ്നേഹമുള്ളത്. അല്ലെങ്കിൽ അതിന് മാത്രമേ യഥാർത്ഥ വാല്യൂ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മളെ സിസ്റ്ററുണ്ട്, പല രീതിയിലും വരും. പല രീതിയിൽ അത് ഗോഡ് നമുക്ക് കൊണ്ടുതരും, അല്ലെങ്കിൽ ദൈവം കൊണ്ടുതരും, അല്ലെങ്കിൽ ജീസസ് കൊണ്ടുതരും, അല്ലെങ്കിൽ അള്ള കൊണ്ടുതരും. അതിനെല്ലാം നമ്മൾ ഈ കൈക്കുമ്പിൾ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് അവരുമായിട്ട് ഒരു നടക്കുക. എവിടം വരെ പോകുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ ഉള്ള സമയം വരെ നമ്മളും ഹാപ്പി ആയിരിക്കണം, അവരും ഹാപ്പി ആയിരിക്കണം. അപ്പം എത്ര വരക്കിട്ടാലും എത്ര ദേഷ്യപ്പെട്ടാലും അവർ പിന്നെ നമ്മളിലേക്ക് തിരിച്ചു വരും. ചേട്ടാ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും, ചേച്ചി, ഇത്ത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകും. സിസ്റ്റർ എല്ലാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകും. കാരണം നമ്മൾ മനസ്സിലോട്ട് ഗോഡ് കണക്റ്റാക്കി തരുന്ന ഒരു സംഭവമാണ് ബ്രദർ സിസ്റ്റർ. അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ നമ്മുടെ ലൈഫിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഹാപ്പി ആയിരിക്കും. എൻ്റെ അനുഭവം കൊണ്ടൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു ടോപ്പിക്ക് പറഞ്ഞ പോലെ, കല്യാണം കഴിച്ച് പോകുമ്പം നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലുണ്ടല്ലോ, ഞാനത് റിപ്പീറ്റ് ചെയ്യുകയല്ല. എനിക്ക് ചില സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്നത്. അത് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവം. ഷോർട്സിനകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ, ഇൻസ്റ്റയിലൊക്കെ. പക്ഷേ ആ സ്നേഹം അവരുടെ മനസ്സിന് വരുന്നതാണ്, ഒരിക്കലും അത് ആക്ട് ചെയ്യുന്നതല്ല. എനിക്ക് തോന്നിയിട്ടില്ല, അവർ ഒറിജിനലായിട്ട് നിന്ന് ഇതാക്കുന്നതാണ്. അങ്ങനത്തെ സൗഹൃദങ്ങളും അങ്ങനത്തെ സഹോദരി ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയാകും. നമ്മൾ വിചാരിക്കാത്ത വേറെ ലെവൽ സംഭവം. കാരണം കുറേ നാൾ അടിയിട്ടും പിണങ്ങിയും പൊരിച്ച് മീൻ അടിച്ച് മാറ്റിയും അല്ലെങ്കിൽ ചിക്കൻ പീസ് അടിച്ച് മാറ്റിയും ആ ഒരു ലെവല്, അതൊക്കെ ഒന്ന് വേറെ ലെവൽ തന്നെയാണ്. അത് നമുക്കുള്ള സ്വാതന്ത്ര്യം, അത് നമ്മൾ ഓരോ ബ്രദേഴ്സിനും ഉള്ള ഒരു സ്വാതന്ത്ര്യമാണ്. പക്ഷെ അവർ കരഞ്ഞിരിക്കുമ്പോൾ അവരെ പോയി സമാധാനിപ്പിക്കുന്നതും, ഒന്നുമില്ല, നിൻ്റെ കൂടെ ആരില്ലെങ്കിലും ഈ ചേട്ടൻ കാണും, അല്ലെങ്കിൽ ഇത്ത കാണും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ഒന്നുമല്ല.
വേറൊന്നും എവിടെയും കിട്ടത്തില്ല. വേറെ ഒന്നും അല്ലെന്നല്ല, വേറെ എവിടെയും കിട്ടത്തില്ല. കാരണം അതിനകത്തൊക്കെ അത്രത്തോളം സത്യങ്ങളുണ്ട്. കാരണം എന്താ പറയുക, റീസൺ പറയുകയാണെങ്കിൽ ഒരുപാട് പെങ്ങളുണ്ടായിട്ട് കാര്യമില്ല. ഒരു ഒറ്റ പെങ്ങളുണ്ടായാൽ അവളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നമുക്കറിയാൻ പറ്റും. നമുക്കൊരു തിരിച്ചറിവ് വരും. അവിടാണ് വിജയിക്കുന്നത്. അല്ലാതെ ഒരു പെങ്ങളുണ്ട്, അവൾ ഞാൻ നോക്കത്തില്ല, ഇഷ്ടപ്പെടുത്തില്ല, എനിക്ക് അവൾ ഇഷ്ടമല്ല എന്നൊന്നും പറഞ്ഞിട്ട് നടന്നിട്ട് യാതൊരു കാര്യമില്ല. പെങ്ങന്മാരെ പോലെ കാണണം, അല്ലാതെ ശത്രുവിനെ പോലെ കാണരുത്. പക്ഷേ അങ്ങനെ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും ഉണ്ട്, അവരെ കാര്യം ഇവിടെ പറയുന്നില്ല. പക്ഷെ പെങ്ങന്മാരെ പൊന്നെപ്പോലെ അവർക്കിപ്പോൾ ഒരു പറയുമായിരിക്കും, എന്താ, ഒരു സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ എനിക്കൊരു പാർക്കിൽ പോകണം, അല്ലെങ്കിൽ എനിക്കൊരു ഷോപ്പിങ്ങിന് പോകണം. നമ്മുടെ ആഗ്രഹം സാധിച്ച് കൊടുത്തേക്കുക. അവർ പറയുന്നതിന് മുമ്പേ നമ്മളത് ചെയ്തു കൊടുക്കണം. അതാണ് അവർക്ക് സർപ്രൈസ് വരുന്നത്. അതൊക്കെയാണ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ ഉള്ള സംഭവം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവം ഈ എനിക്ക് പെങ്ങന്മാരെ ആക്കുന്നത്. എൻ്റെ ഡാൻസ് സ്റ്റുഡിയോയിൽ തന്നെ ഒരുപാട് എനിക്ക് പെങ്ങന്മാരുണ്ട്, ഒരുപാട്. കാരണം ആ ഒരു സംഭവം ഞാൻ കീപ്പ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് എനിക്ക് ദൈവം തരുന്നത്. പെങ്ങന്മാരാക്കണോടോ. നമ്മളൊരിക്കലും ഒരു അന്യരായി കാണരുത്. നമ്മൾ പെങ്ങന്മാരാക്കണം. അവർ നമുക്ക് തരുന്ന ഒരു സ്നേഹവും കാര്യവും കെയറും ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ അവരെ ഒന്ന് സമാധാനിപ്പിച്ചാൽ അവർ 10 ഇരട്ടി സ്നേഹം നമുക്ക് തരും. അപ്പം പെങ്ങന്മാരുള്ളവർക്ക് എനിക്ക് പറയാനുള്ളൂ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ പെങ്ങന്മാരെ മിസ് ചെയ്യരുത്. അവരില്ലാത്തവർക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ. അപ്പം എല്ലാവരും അവരവരുടെ പെങ്ങന്മാരെയും ആങ്ങളമാരെയും ഒരുപോലെ സ്നേഹിക്കുക, ഒരുപോലെ മനസ്സിൽ കയറ്റുക. അപ്പോൾ അത് നിങ്ങൾക്ക് മാത്രമേ നല്ല ഗുണം ചെയ്യൂ. എനിക്ക് അനുഭവം കൊണ്ട് പറയുന്നത്, എൻ്റെ ലൈഫാണ്. എനിക്കിപ്പം പുറത്തുനിന്നുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എനിക്കൊരു പെങ്ങളുണ്ട്, മിന്നൂസ്. അവൾ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇൻഷാ അള്ളാ ഞങ്ങൾ നേരത്തെ കാണും. പക്ഷേ ഒരു കാണുന്നതെന്നോ മീറ്റ് ചെയ്യുന്നതെന്നൊന്നല്ല. കാരണം അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സ്നേഹമുണ്ട്, കെയറുണ്ട്. അതാണ് നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത്. നമ്മളെ കയ്യിൽ 10 പൈസ ഉണ്ടെങ്കിൽ, നമ്മളെ കയ്യിൽ എന്തെങ്കിലും എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ അവർക്കും കൂടെ നമ്മൾ മാറ്റി വെച്ചേക്കണം. അവരും നേരെ മറിച്ച് നമുക്കും മാറ്റി വെക്കണം. മാറ്റി വെക്കുന്നവരുണ്ട്. അങ്ങനത്തെ ചേട്ടനും അനിയത്തിമാരും ഒക്കെ ഉണ്ട് ഈ ലോകത്ത്. അവരിൽ നിന്ന് കുറേ ആൾക്കാർ എൻ്റെ ഫാമിലിയിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഈ ഒരു സംഭവം ചെയ്യുന്നതിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്ത് നിങ്ങൾക്ക് സംസാരിക്കുന്നത്. കാരണം ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒന്നൊന്നര വേറെ ലെവൽ സംഭവം തന്നെ. അതിന് എത്ര അല്ലെന്ന് പറഞ്ഞ് നിഷേധിച്ചാലും ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആവത്തില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം നല്ല നല്ല ആൾക്കാർ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊരു ബിഗ് സല്യൂട്ട്. നല്ല നല്ല സിസ്റ്റേഴ്സ് അനിയത്തി കുട്ടികളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചേട്ടന്മാരുണ്ടെങ്കിൽ അവർക്കൊരു ബിഗ് സല്യൂട്ട്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫാമിലി.